സിസ്റ്റം ഉണ്ട്. സോ നമ്മളിതിൽ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. ഇനി എഫക്റ്റീവ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സിസ്റ്റം. Effective moment of inertia of system. Okay, so in case if you have a motor coupled to a load, okay, which has polar moment of inertia of J0, and the whole system, motor load system, is rotating at omega 0 angular velocity, ഇതൊരു ഗിയർ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. സേ the speed is n0 and this is n1. Okay, അല്ല ഇത് ടീത്ത് ആണ്, നമ്പർ ഓഫ് ടീത്ത് ഒരു ഗിയർ സിസ്റ്റം വെച്ച് കപ്പിൾ ചെയ്തിരിക്കുകയാണ്. സോ വി ആർ കപ്ലിംഗ് ദിസ് സിസ്റ്റം. അപ്പം ഈ ഒരു ഡിഫറെൻറ്റ് ലോഡ് വിച്ച് ഹാസ് എ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ J1, അതിൻ്റെ ടോർക്ക് TL1, ലോഡ് ടോർക്ക് is TL1. For this load we can say let the torque be T0. Okay, now this system, the second system, is running at speed omega 1. നമ്മളിവിടെ ഫസ്റ്റ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്, ഇങ്ങനൊരു കോംപ്ലക്സ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇഫക്റ്റീവ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ടോട്ടൽ ലോഡ് ടോർക്ക് എത്രയാവുന്നതാണ്. സോ ഈ J0 എന്ന് പറഞ്ഞാൽ ഈ മോട്ടറും ഈ ലോഡും, നമ്മൾ ഇനീഷ്യൽ ഈ കപ്പിൾ ചെയ്ത ലോഡും മോട്ടറും തമ്മിലുള്ള എന്താണ്, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. ദ ഹോൾ സിസ്റ്റം, ഇത്രയും സിസ്റ്റത്തിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. ഈ സിസ്റ്റത്തിന്റെ മാത്രമല്ല, ഈ ലോഡിന്റെ മാത്രമല്ല. ഓക്കെ, നൗ യു ആർ യൂസിങ് എ ഗിയർ സിസ്റ്റം. ഓക്കെ, സോ ആസ് ടു റൺ അനദർ ലോഡ് വിത്ത് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ J1 ആൻഡ് ലോഡ് ടോർക്ക് TL1. ഓക്കെ, നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് J ഇഫക്റ്റീവ് ആണ്. ദ ഹോൾ സിസ്റ്റത്തിന്റെ J ഇഫക്റ്റീവ്, ദാറ്റ് ഈസ് ഇഫക്റ്റീവ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആസ് വെൽ ആസ് ലോഡ് ടോർക്ക്, ടോട്ടൽ ലോഡ് ടോർക്ക് വരുന്നത്. ഈ മോട്ടറിന് വഹിക്കേണ്ട ടോട്ടൽ ലോഡ് ടോർക്ക് എത്രയാണെന്നുള്ളതാണ്. ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് വി ആർ ഇക്വേറ്റിംഗ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം. So kinetic energy of the whole system half J omega 0 square. So നമ്മൾ ഈ ഒരു മോട്ടറിന്റെ പെർസ്പെക്റ്റീവിലാണ് നോക്കുന്നത്. സോ ദാറ്റ്സ് വൈ വി ആർ യൂസിങ് omega 0 square. ഇതിലെ J എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെറ്റ് ടോട്ടൽ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നെറ്റ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ ഹാഫ് J omega 0 square is equal to, now we are taking the first system, ഇത്രയും സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജി പ്ലസ് ഇത്രയും സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജി, രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? We will get the moment of inertia, sorry, the total kinetic energy, that is kinetic energy first system, total kinetic energy from the motor or the whole system is sum of kinetic energy for the first system plus second system. From J0 omega square plus, okay, half J1 omega 1 square. Okay, now we are dividing the whole equation with omega 0. ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, omega 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ J net is equal to J0 omega 0 by omega 0 whole square. So you will get it cancelled, plus J1 into omega 1 by omega 0 whole square. Okay, ഈ omega 1 by omega 0 എന്ന് പറഞ്ഞാൽ it is called gear ratio A, gear ratio. Okay, it is inversely proportional to number of teeth. N0 by N1 ആണ്. So this is called gear ratio. So N0 by N1 equal to omega 1 by omega 0 is equal to A. A is called gear ratio. So we can rewrite the equation as J net or total moment of inertia is equal to J0 plus J1 A square. So ഇതാണ് ഒരു ഗിയർ കണക്റ്റഡ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഇഫക്റ്റീവ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇഫ് സപ്പോസ് വി ആർ കണക്ടിങ് അനദർ സിസ്റ്റം വിത്ത് അനദർ ഗിയർ റേഷ്യോ, then it goes on. അപ്പോൾ മൾട്ടിപ്പിൾ ബോഡിയുള്ള സിസ്റ്റമാണ് ഈ J2, then this is A1, this will be A2 A square plus J3 A3 square.
പ്ലസ് എക്സെട്ര ഇറ്റ് ഗോസ് ഓൺ. സോ അങ്ങനെയാണ് ഈ റൊട്ടേഷണൽ ബോഡി ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന നെറ്റ് ഇഫക്റ്റീവ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെയിം സാധനം ഇഫ് സപ്പോസ് ദിസ് ബോഡി ഈസ് മൂവിങ് ലീനിയർലി, നമുക്ക് ഇവിടെ വരെ റൊട്ടേഷണൽ മോഷനാണ് കിട്ടിയിട്ടുള്ളത്. നൗ വി ആർ കൺവേർട്ടിങ് ഇൻ ടു ട്രാൻസ്ലേഷൻ മോഷൻ ലൈക്ക് എ പിസ്റ്റൺ. ഒരു പിസ്റ്റൺ അത് മൂവ് ചെയ്യാണ്, വിച്ച് ഈസ് മൂവിങ് ലീനിയർലി വിത്തിൻ ദ സിസ്റ്റം. അതിന് സിസ്റ്റത്തിനകത്ത് ലീനിയർലി മൂവ് ചെയ്യുന്ന ഒരു പിസ്റ്റൺ ആണെന്ന് വിചാരിക്കാം. സോ വി ആർ കപ്ലിംഗ് യൂസിങ് എ ക്രാങ്ക് ഷാഫ്റ്റ്. ആ ഒരു സെറ്റപ്പ് വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സിസ്റ്റം. So in that case, if the mass of the linear system is m and it is moving with a velocity v, നമുക്ക് ഇവിടെ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹാഫ് j1 ഒമേഗ സ്ക്വയറിന് പകരം we will substitute it as to the half j net omega 0 square plus is equal to, so the total kinetic energy is equal to half j0 omega 0 square, that is the kinetic energy of motor load system. Okay, then we are equating to then we are adding the half mv1 square. This is the kinetic energy of linearly moving body. Okay, total kinetic energy of linearly moving body. So again we are doing the same procedure. So j net is equal to j0, we are dividing by omega 0 and multiplying with the 2, the whole equation. So നമുക്ക് കിട്ടും j0 plus half m v1 square divided by j divided by omega 0 square. If there are multiple bodies, you can write it as half, this will be m1 and this will be j0. Okay, half m2 v2 square divided by j0 omega 0 square. If there are multiple linear moving body, in that case you can rewrite the equation as like this. So ഇതാണ് നമ്മുടെ total moment of inertia for connected loads. Okay, ഇത് the second equation, this is equation number 1 for rotational body, this is for linearly moving system. Okay, so നമ്മൾ എന്ത് derive ചെയ്തു? For a connected load, what is j net or net polar moment of inertia? അപ്പം ഇത്രയും ഈ ജെ നെറ്റ് ആയിരിക്കും ഈ മോട്ടറിന്റെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഹോൾ ഇനർഷ്യ ആക്ടിങ് ഓൺ ദ ബോഡി. സോ അതായിരിക്കും നമ്മുടെ ഈ ബേസിക് ഇക്വേഷനിലെ ഈ ജെ എന്ന് പറയുന്നത്. സോ വി ഹാവ് ഡിറൈവ്ഡ് ദാറ്റ് പോർഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഗെയിൻ അവർ ഫണ്ടമെന്റൽ ടോർക്ക് ഇക്വേഷനിലെ ഈ ടോട്ടൽ ലോഡ് ടോർക്ക് എത്രയായിരിക്കുന്നത്. ഓക്കെ, ഫോർ ദാറ്റ് വി വിൽ യൂസ് ഹിയർ വി യൂസ് substituting kinetic energy of the whole system. Kinetic energy of the system equate ചെയ്തിട്ടാണ് നമ്മൾ polar moment of inertia കണ്ടുപിടിച്ചത്. Now we are equating the torque. For finding the torque, we are equating the power. Okay. So when you have to find the torque, effective torque, load torque acting on the body, അതിനെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, so the first system, that is the initial total load torque is equal to torque എന്ന് പറഞ്ഞ പവർ എന്ന് പറഞ്ഞാൽ torque into omega ആണ്. Torque into omega. So T net into omega 0. So we have to find T net load. ഇപ്പോൾ TL ആണ്, load torque ആണ്. T net എന്ന് പറയുമ്പോൾ the total net load torque seen by the motor കാണുന്ന total load torque ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് വി ആർ ഇക്വേറ്റിംഗ് ദ പവർ ഓഫ് ദ ഹോൾ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ TL net into omega 0 is equal to TL0. This is the load torque of this load. ആ ഒരു ലോഡിന്റെ ലോഡ് ടോർക്ക് ആണ് ഡയറക്ട്ലി കപ്പിൾഡ് ടു ദ സിസ്റ്റം മോട്ടർ. അപ്പം TL0 into omega 0 plus TL1. സോ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ this load torque TL1 is the load torque of
the load that is connected to through the gear. Okay, അപ്പം അതിനൊരു ഗിയർ എഫിഷ്യൻസി ഫാക്ടറും കൂടെ ഉണ്ടാവും. ഡിവൈഡ് ബൈ eta1. eta1 say it is the gear efficiency of the, അതിനെ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി എന്ന് വിളിക്കും. Transmission efficiency of gear. Okay, eta into omega 1. Okay, so as to get TL net, we are dividing the whole equation by omega 0. So the final equation will be omega 1 by omega 0. So this is again the gear ratio. That is TL0 plus TL1 into A1 divided by eta1. So if there are multiple systems, what we can do, just go on adding TL2 A2 by eta2, where eta2 is the transmission efficiency of second gear. Okay, either you can connect a number of gear in this portion. ഇവിടെ തന്നെ ഒരുപാട് ഗിയർ കണക്ട് ചെയ്തിട്ട് you can couple the whole system in parallel manner, or you can go on connecting gears in series manner. Okay, so അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ജനറൽ ഫോർമുല അതിങ്ങനെയാണ്. So TL net is equal to TL0 plus TL1 A1 by eta1 plus TL2 A2 by eta2. This is the total load torque for a rotational body, rotational system. So ഇപ്പം നമ്മൾ പോളർ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചപ്പം ലീനിയർ സിസ്റ്റത്തിലും റൊട്ടേഷൻ സിസ്റ്റത്തിലും കണ്ടുപിടിച്ചു. സോ ഇതേപോലെ വി ആർ ഗോയിങ് ടു ഫൈൻഡ് വാട്ട് വിൽ ബി ദ ടോട്ടൽ ലോഡ് ടോർക്ക് for a linearly moving system. So it is moving in a velocity upon v. So TL0 for that of the നമ്മുടെ മോട്ടർ ഉണ്ട്, ഇതാണ് TL0. Now you are coupling through a gear and it is moving linearly. So ഇതാണ് piston. നമ്മൾ piston ഇതിലോട്ട് കപ്പിൾ ചെയ്തിരിക്കുകയാണ് ക്യാം ഷാഫ്റ്റ് വെച്ചിട്ട്. So this system have a mass of m and moving with velocity v. So force into, so TL net into omega 0 is equal to TL0 into omega 0 plus force into velocity. അതായിരിക്കും എന്ത് വരിക, torque of the system by eta1. Okay, so that is the eta1 is the transmission efficiency of the whole camshaft gear system. So V1, F1 is the mass into acceleration of the linearly moving body. That is the force F1 V1 by eta1. So similarly, as before, we are dividing the equation divided by omega 0. TL net is equal to TL0 plus F1 V1 by eta1 by omega 0. ഇതാണ് ലീനിയർ സിസ്റ്റത്തിന്റെ total load torque എന്ന് പറയുന്നത്. So if there are number of system F2 V2 by eta2 into omega 0 and it goes on depending upon how many system we have coupled with the whole body. So ഇത്രയാണ് total load torque as well as total moment of inertia which is present in this fundamental equation. ഈ ഒരു ഫണ്ടമെന്റൽ ഇക്വേഷന്റെ PE, അതായത് മോട്ടർ എത്ര ഇലക്ട്രോമാഗ്നറ്റിക് ടോർക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്, അതിന് രണ്ട് കമ്പോണൻസ് ആയിട്ടുള്ള TL-ഉം അതേപോലെ J പോളർ മൊമെന്റ് ഓഫ് ഇനേഷ്യയും ഒരു കണക്റ്റഡ് സിസ്റ്റത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു സിസ്റ്റത്തെ വരച്ചു ആൻഡ് ദിസ് സിസ്റ്റം, ദിസ് മോട്ടർ ആൻഡ് ദ ലോഡ് T0, ആ ലോഡ് ടോർക്കുള്ള TL0 എന്നുള്ള ഈ ടോർക്ക്, ഈ ലോഡും the whole system has a polar moment of inertia J0 and this system is coupled through a gear to another load having a load torque of TL1 and it is rotating at a speed of omega 1. പിന്നെ നമ്മൾ we equated kinetic energy of the system to find the polar moment of inertia and we divided by omega 0. In our relation omega 1 by omega 0 was gear ratio and we substitute that gear ratio, അങ്ങനെയാണ് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും. അത് തന്നെ നമ്മൾ ഒരു ലീനിയർ മൂവിങ് സിസ്റ്റത്തിന് കണ്ടുപിടിച്ചു. സോ ബിക്കോസ് ദർ ഈസ് നോ ഗിയർ റേഷ്യോ റിലേഷൻ ഇൻ ദിസ് ലീനിയർലി മൂവിങ് സിസ്റ്റം, ദെൻ നമുക്ക് ആ എ എന്നുള്ള ടേം ഇവിടെ കാണാൻ പറ്റില്ല. സോ വി കീപ് ഇറ്റ് ആസ് സച്ച്. അതേപോലെ സോ ഇൻ ദാറ്റ് കേസ് ഓൾസോ കൈനറ്റിക് എനർജിയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്തത്. സോ ആസ് ടു ഫൈൻഡ് ദ ടോട്ടൽ ലോഡ് ടോർക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്തത് പവർ ആണ്. സോ ഇൻ ദാറ്റ് കേസ് വി took the efficiency factor eta1 of the gear transmission system. Okay,
ആ ഗിയർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ eta1 എടുത്തു. സോ TL net is equal to TL0 plus TL1 omega 1 by eta1 omega 0. So that's obtained by equating the power. So in a whole multiplying by omega 0, you will get the power of the whole system. So input power or the net power of the system is equal to sum of this much power plus the other power of the other body. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് ലീനിയർ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഈ റൊട്ടേഷൻ സിസ്റ്റത്തിന്റെ എല്ലാം ലീനിയറൈസ് ചെയ്തിട്ട് ആ മെക്കാനിക്സിൽ യൂസ് ചെയ്ത് ഇക്വേഷൻസ് യൂസ് ചെയ്താൽ മതി. സോ ഇത്രയാണ് ദ ഫസ്റ്റ് പോർഷൻ, ഇഫക്റ്റീവ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ ടൈപ്സ് ഓഫ് ലോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോഡ് ടോർക്കിനെ പറ്റി പറഞ്ഞു, TL. ലോഡ് ടോർക്ക് പല കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ലോഡ് ടോർക്ക് വിൽ ബി ഇൻഡിപെൻഡന്റ് ഓഫ് വാട്ട് സ്പീഡ്, ഒമേഗ. അതേപോലെ കോൺസ്റ്റന്റ്, ലോഡ് ടോർക്ക് ക്യാൻ ബി കോൺസ്റ്റന്റ്. Load torque can be proportional to omega. Load torque can also be proportional to omega square. The load torque can be proportional to 1 by omega square. ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതിന്റെ ബേസിൽ നമ്മൾ കാണുന്ന കോമൺ ആയിട്ടുള്ള ലോഡുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പം സെക്കൻഡ് കേസ് മുതൽ നോക്കാം. കോൺസ്റ്റന്റ് ലോഡ് ടോർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ഉണ്ടാവുക, ഒമേഗ ആൻഡ് TL. സോ ദാറ്റ് ഇസ് ദ ടോർക്ക് വേഴ്സസ് ഒമേഗ. ഇത് ലോഡിന്റെ ടോർക്കും അതേപോലെ ലോഡിന്റെ സ്പീഡ് വേരിയേഷൻ, അതിന്റെ ലോഡ് എന്നുള്ള സിസ്റ്റത്തിന്റെ സ്പീഡ് വേരി ചെയ്യുമ്പോൾ അതിന് ടോർക്ക് എങ്ങനെ മാറുന്നതാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. ഓക്കെ, ലോഡിന്റെ ടോർക്കാണ്, മോട്ടറിന്റെ അല്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. സോ യു ക്യാൻ സീ ദിസ് ലോഡ്, whatever be the speed, the torque exerted by the load is always constant. സോ അതിന്റെ ചില എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ low speed hoisting, low speed hoisting. ഈ ലോഡ്, ഈ ഒരു ടൈപ്പ് ഓഫ് ലോഡ്, അതായത് ഹോയിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് പൊക്കാൻ വേണ്ടിയിട്ട്, അതായത് ഹോയിസ്റ്റ് ചെയ്യുക, ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്ന പോലെ ഉയർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ്, ആ ഒരു സിസ്റ്റമാണ്. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ലോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടില്ല, ബിക്കോസ് ഇറ്റ് ഓൾവേസ് ആക്ട് ഓൺ ഗ്രാവിറ്റി മാത്രമാണ് അവിടെ ആ ലോഡിൽ ആക്ട് ചെയ്യുന്നത്. So in that case, low speed hoist ആണെങ്കിൽ it will be constant. ആ ഒരു ടോർക്ക് exerted by the load will be always constant. പിന്നുള്ളത് conveyors with constant weight, handling constant weight. അതായത് നമ്മൾ മില്ലിനകത്ത് ഒരേ മെഷീൻ മാത്രം ഒരേ ലോഡിൽ റൺ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ. അല്ലെങ്കിൽ നമുക്കൊരു കമ്പനി ലൈക്ക് പെപ്സി, മിറണ്ടക്ക് സപ്ലൈ ചെയ്യുന്ന കമ്പനീസിൽ ഉണ്ടാവുന്ന കൺവേയർ ബെൽറ്റ്, അറ്റ് ടൈം ഇറ്റ് വിൽ ബി ഓപ്പറേറ്റിംഗ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. ഓക്കെ, സോ ദ ലോഡ് ടോർക്ക് വിൽ ബി ഓൾവേസ് കോൺസ്റ്റന്റ്. അതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ കോൺസ്റ്റന്റ് വെയിറ്റ് ഉള്ള കൺവേയർ ബെൽറ്റ്. സോ അതൊക്കെയാണ് കോൺസ്റ്റന്റ് സ്പീഡിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഒമേഗ. ഒമേഗ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ലോഡ് ടോർക്സ്. സോ ഒമേഗ പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് ഇതിന്റെ എക്സാമ്പിൾ കാലണ്ടറിങ് മെഷീൻ. ഓക്കെ, കാലണ്ടറിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ വലിയ തുണികൾ റോളായിട്ട് ഇങ്ങനെ, നമ്മുടെ ഈ കോട്ടൺ ഇൻഡസ്ട്രിയിലൊക്കെ അവർ ആഫ്റ്റർ ഡൂയിങ് ദ ഹോൾ പ്രോസസ് അവർ ഇങ്ങനെ റോളായിട്ടാണ് അതിനെ ഫൈനൽ പ്രോസസ്സ് കഴിഞ്ഞിട്ട് അത് റോളാക്കിയിട്ടാണ് അത് വെക്കുക, എന്നിട്ടാണ് അത് എക്സ്പോർട്ട് ചെയ്യുക. സോ അതിന് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് കാലണ്ടറിങ് മെഷീൻ. ആ ഒരു വൃത്തിയായിട്ട് അത് ചുറ്റി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ, ആ ഒരു സിസ്റ്റത്തിനാണ് കാലണ്ടറിങ് മെഷീൻ എന്ന് പറയുന്ന സാധനം. ആ ഒരു മെഷീന് ആ വൃത്തിയിൽ അങ്ങനെ ചുറ്റി വെക്കണമെങ്കിൽ നമ്മൾക്ക് അറിയാം. ഇപ്പൊ നമ്മൾ തന്നെ വീട്ടിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ചുറ്റിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വലിച്ചു പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. കൃത്യമായിട്ട് അത് ചുറ്റി നിൽക്കണമെങ്കിൽ, ടൈറ്റായിട്ട് നിൽക്കണമെങ്കിൽ നമ്മളൊരാൾ ഇപ്പുറത്ത് വലിച്ചു പിടിക്കുകയും വേണം. സോ അത് സ്പീഡ് അനുസരിച്ച് ലീനിയർലി വേരി ചെയ്യുന്ന, ടോർക്ക് വേരി ചെയ്യുന്ന ഒരു മെഷീനാണ്. സോ കാലണ്ടറിങ് മെഷീൻ ഇസ് വൺ ഓഫ് സച്ച് എൻ എക്സാമ്പിൾ. പിന്നുള്ളത്
ഒരു DC ജനറേറ്റർ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ, ഓക്കെ, ഒരു കോൺസ്റ്റന്റ് ലോഡിന് സപ്ലൈ ചെയ്യുന്നത്. സോ അതിൽ ലോ ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വി ക്യാൻ സീ ദാറ്റ് സ്പീഡ് ആൻഡ് ലോ ടോർക്ക് വിൽ ബി ഹാവിങ് എ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി. പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത ടൈപ്പ് ഓഫ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സാമ്പിൾ പഠിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട എക്സാമ്പിൾ. സോ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഒമേഗ സ്ക്വയർ. സോ ഹിയർ യു ഹാവ് ടി ആൻഡ് ഹിയർ യു ഹാവ് ഒമേഗ. സോ ഒമേഗ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള. സോ ഇതെല്ലാം ഈ നമ്മുടെ ഫാൻ ടൈപ്പ് ലോഡ്, ഫാൻ ലോഡ്, അതേപോലെ പ്രൊപ്പല്ലേഴ്സ്, കംപ്രസേഴ്സ്, ഷിപ്പിലിന്റെ പ്രൊപ്പല്ലർ ഒക്കെ, അതേപോലെ കംപ്രസർ. സോ അങ്ങനത്തെ ടൈപ്പ് ലോഡുകൾക്കൊക്കെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടാവുക. ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ടില്ലി പ്രൊപ്പോർഷൻ ടു ഒമേഗ സ്ക്വയർ. സോ അതിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ഒമേഗ സ്ക്വയർ ആണ്. സോ ഈ കെയുടെ കോഎഫിഷ്യന്റ് ഇറ്റ് ഷോസ് ദ ഹൗ മച്ച് ക്ലോസർ. അപ്പം ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് മോർ വിസ്കസ് ഫ്രിക്ഷൻ ഉള്ള, അല്ലെങ്കിൽ ബി ഒമേഗ സ്ക്വയർ എന്നും പറയാം. സോ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണത്. ഓക്കെ, ആ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ വിൽ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ദാറ്റ് കോഎഫിഷ്യന്റ് വാല്യൂ. അല്ലെങ്കിൽ എയറിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് മോർ ലിറ്റിൽ സ്പീഡ്, അത് കുറച്ച് സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ കുറഞ്ഞ ടോർക്ക് മതിയാവും. സോ ഇഫ് ദ വിസ്കോസിറ്റി goes on increasing, viscosity of the fluid goes on increasing, like if it is a water or more viscous ആയിട്ടുള്ള ഓയിൽ, ഹണി, അങ്ങനെ ഓരോ കേസസ് വരുന്നതനുസരിച്ച് അതിന്റെ ടോർക്ക് റിക്വയർമെന്റ് വിൽ ബി മോർ. ഓക്കെ, അപ്പം ബ്ലെൻഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യാം. സോ അതിന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബൈ കോൺക്രീറ്റ് മിക്സിംഗ്. സോ ഇറ്റ് ഷുഡ് ജനറേറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് ടോർക്ക് ഫോർ ദാറ്റ് മിക്സിംഗ് പർപ്പസ്. അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ ആ ലോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്, പ്രൊപ്പോർഷൻ ടു ഒമേഗ സ്ക്വയർ ആണ്. പിന്നെ ചില ലോഡുകൾ ഹൈപ്പർബോളിക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യും. സോ ദാറ്റ് ഈസ് ആസ് സച്ച് ടോർക്ക് വേഴ്സസ് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് വിൽ ബി ഇൻ ഹൈപ്പർബോളിക്. സോ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബോർസ്, ലെയ്ത്ത്, മില്ലിംഗ് മെഷീൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ ദീസ് ആർ ജനറൽ ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് ദാറ്റ് യു ക്യാൻ സീ. അതേപോലെ നമ്മുടെ റെയിൽ, അതായത് ട്രാക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ലൈക്ക് ട്രെയിനൊക്കെ യൂഷ്വലി ഇങ്ങനൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടാവാറ്. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് ട്രെയിനിലൊക്കെ സ്റ്റിക്ഷൻ ആയിരിക്കും വളരെ കൂടുതലുള്ളത്. So the initial starting torque that is required to move the vehicle will be very high. Okay, so അതിന് നമ്മൾ ആ ഒരു ടോർക്കിനെ നമ്മൾ ബ്രേക്ക് അവേ ടോർക്ക് എന്ന് വിളിക്കും. അപ്പോൾ ബ്രേക്ക് അവേ ടോർക്ക് ഓഫ് എ മെഷീൻ ആണ് പറയാറ്. സോ ബ്രേക്ക് അവേ ടോർക്ക് ഓഫ് എ മെഷീൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ സ്റ്റിക്ഷൻ ഫോഴ്സ്, സ്റ്റിക്ഷണൽ ടോർക്ക്. അപ്പോൾ ആ സ്റ്റിക്ഷൻ ഓവർകം ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക് അവേ ടോർക്കുള്ള മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു മെഷീൻ മൂവ് ചെയ്യത്തുള്ളൂ. So that's how we can fix the starting torque of that motor for which we use that. അത് നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക്, ആ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിന്റെ സ്റ്റിക്ഷൻ ഫോഴ്സ്, ആ ടോർക്ക് സ്റ്റിക്ഷൻ ടോർക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ടോർക്ക് കണ്ടുപിടിച്ചിട്ടാണ്. സോ ദാറ്റ് വിൽ ബി വെരി ഹൈ ഇൻ കേസ് ഓഫ് ഹെവി മെഷീൻസ്, ഹെവി ലോഡ്സ്. ഓക്കെ, സോ ഇത്രയാണ് ട്രാക്ഷന്റെ കാര്യം ഒന്നുകൂടി പറയൂ. ട്രാക്ഷന്റെ കേസ് ഈ ട്രാക്ഷനകത്ത് നമ്മൾ ഈ ഒരു ഗ്രാഫ് ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സ്റ്റിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യലി അതിന് വേണ്ട ഹൈ ടോർക്കാണ് അല്ലേ? അപ്പം ഇത്രയും ടോർക്കാണ് അറ്റ് ഒമേഗ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ എലോങ് വൈ ആക്സിസ് പോസിറ്റീവ് ഡയറക്ഷനിലാണ്. സോ ഇൻ ദാറ്റ് കേസ് you can see when omega equal to 0, this is the frictional torque. ഒരു ഹെവി ലോഡഡ് സിസ്റ്റം ആണെങ്കിൽ, നല്ല വെയിറ്റ് ഉള്ള സിസ്റ്റം ആണെങ്കിൽ ഇറ്റ്സ് റിയാക്ഷൻ ഫോഴ്സ് വിൽ ബി, ഇപ്പം നമ്മുടെ റിയാക്ഷൻ ഫോഴ്സ് അപ്പം μ × R ആണ് നമുക്ക് വേണ്ട ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ആ സ്റ്റിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്.
mu s എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതിനെ ഓവർകം ചെയ്തിട്ട് വേണം. സോ ദിസ് വിൽ ബി ദ സ്റ്റിക്ഷണൽ ഫോഴ്സ്. അപ്പൊ ഈ ഒരു ഫോഴ്സ് ആണ് ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു വെഹിക്കിൾ, ഈ ഒരു ബോഡി മൂവ് ചെയ്യാൻ. സോ ഇൻ ദാറ്റ് കേസ്, ഇഫ് ഇറ്റ്സ് ഇൻ കേസ് ഓഫ് ട്രാക്ഷൻ, അത് ട്രെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഇറ്റ് വിൽ ബി വെരി ഹൈ. സോ അതാണ് നമുക്ക് അങ്ങനത്തെ ഒരു കേസിൽ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉള്ള ഒരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇത്രയാണെങ്കിൽ, സപ്പോസ് ഇഫ് ഇറ്റ്സ് 500 ന്യൂട്ടൺ മീറ്റർ, ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ മോട്ടർ വിൽ ബി ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് എ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഗ്രേറ്റർ ദാൻ ദിസ് 500 ന്യൂട്ടൺ മീറ്ററിന് കൂടുതലാവണം. എന്നാൽ മാത്രമേ ഓക്കെ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 500 ന്യൂട്ടൺ മീറ്റർ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു വെഹിക്കിൾ മൂവിങ്ങിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ലേറ്റർ ഓൺ ദിസ് വിൽ ബി ഓപ്പറേറ്റിംഗ് അറ്റ് സംവെയർ ഓവർ ഹിയർ. ഈ ഒരു സ്പീഡിൽ ഇത്ര ടോർക്ക് മതി, ഇത്രയും കുറഞ്ഞ ടോർക്ക് മതി, സോ ആസ് ടു മെയിൻറ്റെയിൻ ദ ഹോൾ സിസ്റ്റം ഇൻ മൂവിങ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ആ റേറ്റഡ് സ്പീഡിലോട്ട് ആ മെഷീൻ റൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള ടോർക്ക് വിൽ ബി വെരി ലെസ്. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് ട്രാക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ദ ബിഗർ കമ്പോണൻറ്റ്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ TM മെക്കാനിക്കൽ ഔട്ട്പുട്ടാണ്. നമ്മൾ ബാക്കിയുള്ള TV, വിസ്കസ് ഫ്രിക്ഷൻ, അങ്ങനത്തെ ഓരോ കേസസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ട്രാക്ഷൻ്റെ കേസിൽ കൂടുതൽ. സോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. മെക്കാനിക്കൽ ഔട്ട്പുട്ട് ഓഫ് ദ ട്രാക്ഷൻ, അല്ലെങ്കിൽ ലോക്കോമോട്ടീവ്, അതിൻ്റെ കേസാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്, ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇതിന് പറ്റിയൊരു മോട്ടർ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അങ്ങനെയാണ് നമ്മളൊരു മോട്ടർ ഡിവൈസ്, വൺ ഓഫ് ദ ഫാക്ടർ ദാറ്റ് യു ലുക്ക് ഇൻ ടു വൈൽ സെലക്ടിങ് എ മോട്ടർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇതാണ് പല ടൈപ്പ് ഓഫ് ജനറൽ എക്സാമ്പിൾ ദാറ്റ് യു ക്യാൻ സീ അറൗണ്ട് യു. അങ്ങനെ കുറച്ചൊരു ടിപ്പിക്കൽ എക്സാമ്പിൾസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അതിൽ അക്കൂട്ടത്തിൽ പറഞ്ഞ് ഇപ്പൊ നമ്മൾ കോമൺ ടൈപ്പ് ഓഫ് ലോഡ് പറഞ്ഞു, ആക്റ്റീവ് ആൻഡ് പാസീവ് ലോഡ്സ്. സോ ആക്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ദോസ് ലോഡ്, അപ്പം ചില ലോഡ് ടോർക്കുകളുണ്ട്. അപ്പോൾ ഇത് വേറെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഇഫക്റ്റീവ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സിസ്റ്റം. എങ്ങനെയാണ് ഈ ലോഡ് ടോർക്കിന് മൾട്ടിപ്പിൾ ഗിയർ സിസ്റ്റം വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഈ ലോഡ് ടോർക്സിൽ എന്തൊക്കെ കമ്പോണൻസ്, അല്ലെങ്കിൽ ലോഡ് ടോർക്സ് എങ്ങനെ, ടോട്ടൽ ലോഡ് ടോർക്ക് ഓഫ് ദ ഹോൾ സിസ്റ്റം എങ്ങനെ കണ്ടുപിടിക്കാം, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തത് ഈ ലോഡ് ടോർക്കിലെ പല കാറ്റഗറി എന്തൊക്കെയാണ്. ഫ്രിക്ഷണൽ ഉണ്ട്, TM ഉണ്ട്, അതേപോലെ വിൻറ്റേജ് ഉണ്ട്. ഇത്രയും കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഇതിലെ ചില ലോഡ് ടോർക്കുകൾ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്റ്റീവ് ആൻഡ് പാസീവ് ലോഡ്സ്. ഓക്കെ, മോട്ടർ ടോർക്കിനെ എപ്പോഴും ഒപ്പോസ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യുന്ന ടോർക്കുകൾ, അങ്ങനെ ആക്ട് ചെയ്യുന്ന ലോഡ് ടോർക്കിനെയാണ് പാസീവ് ലോഡ് ടോർക്ക് എന്ന് പറയുന്നത്, പാസീവ് ലോഡ്സ്. അപ്പൊ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബോഡി നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, സോ ഇറ്റ് ആക്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അഗെയിൻ ഇഫ് ഐ മൂവ് ദിസ് ബോഡി ടു ദിസ് ഡയറക്ഷൻ, അത് ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ ബൈ ഇറ്റ്സ് ഓൺ ദിസ് ലോഡ് ടോർക്ക് വോണ്ട് ബി ഏബിൾ ടു ഡു എനി വർക്ക്. അത് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എപ്പോഴും മോട്ടറിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. സോ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫ്രിക്ഷൻ. ഓക്കെ, വേറെ ചില എക്സാമ്പിൾസും ഉണ്ട്. പിന്നെ അത് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഈ ആക്റ്റീവ് ലോഡിനെ പറയുകയാണെങ്കിൽ, ആക്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സി, ഇഫ് സപ്പോസ് വി ആർ മൂവിങ് ഡൗൺ ദ ഹിൽ പോവുകയാണെങ്കിൽ, ദിസ് ഗ്രാവിറ്റി നമ്മളൊരു മോട്ടോർ ടോർക്ക് കൊടുത്തില്ലെങ്കിലും this gravity will be pulling the body downward. Okay, so in one direction this gravity is aiding our movement. അതായത് നമ്മൾ താഴോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതാണെങ്കിൽ the gravity itself can do some work. പക്ഷേ if we are moving against it, we have to take up the load required to oppose the gravity also. അതായത് നമ്മൾ മേലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മോട്ടോർ ടോർക്ക് ഈ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യണം. Okay, so in one direction it opposes, in other direction it aids, it helps.
അല്ലേ? സോ ഓൾവേസ് ദ ഗ്രാവിറ്റിയുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എപ്പോഴും താഴോട്ടാണ്. സോ അത് നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ ഇറ്റ് എയ്ഡ്സ്. സോ ഗ്രാവിറ്റി ഇറ്റ് സെൽഫ് ക്യാൻ ഡു സം വർക്ക് ഓഫ് ഇറ്റ്സ് ഓൺ. അത് ഇക്ലൂബ്രിയത്തിൽ നിൽക്കുന്ന ഒരു ലോഡിന്, ഒരു സിസ്റ്റത്തിന് ബൈ ഇറ്റ്സ് ഓൺ ആക്ടിവിറ്റി അതിനൊരു ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിസ്റ്റർബൻസ് ഇൻ ദ സെൻസ് ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ലോഡിനാണ് ആക്റ്റീവ് ലോഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഫ്രിക്ഷന്റെ കേസ് നോക്കി, ഫ്രിക്ഷൻ അത് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അത് ചുമ്മാ അത് മൂവ്മെന്റ് ഒപ്പോസ് ചെയ്യുന്നേ ഉള്ളൂ. സോ ഇഫ് വി ഇന്റന്റ് ടു മൂവ് ഇൻ വൺ ഡയറക്ഷൻ ഇറ്റ് ജസ്റ്റ് ഒപ്പോസസ്. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ കൺവെൻഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുമ്പോഴും ഇറ്റ് അഗെയിൻ ഒപ്പോസസ്. അപ്പൊ ഏതൊരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴും ഈ ഫ്രിക്ഷന്റെ സൈൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ സൈൻ ചേഞ്ചസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡയറക്ഷൻ, അല്ലേ? അതേസമയത്ത് ഗ്രാവിറ്റി, വേറൊരു എക്സാമ്പിൾ ആണ് ടെൻഷൻ, സ്പ്രിംഗ് ടെൻഷൻ. സപ്പോസ് ഐ ഹാവ് എ കോയിൽ ദാറ്റ് ഈസ് ഫിക്സ്ഡ്. ഓക്കെ, ഞാൻ ഇതിനെ ഒരു പുഷ് ചെയ്യാണ്, ഒരു മോട്ടോർ ലോഡ് സിസ്റ്റം വെച്ചിട്ട് ഞാൻ അതിനെ പുഷ് ചെയ്യാണ്. ദെൻ ഐ കംപ്രസ് ദ ഹോൾ സിസ്റ്റം. ഓക്കെ, ഞാൻ ഇതിനെ പുഷ് ചെയ്തിട്ട് അതിനെ കംപ്രസ് ചെയ്ത് വെച്ചു. നൗ ദിസ് സ്പ്രിംഗ് ക്യാൻ ഇറ്റ് സെൽഫ് ഡു സം വർക്ക് ടു പുഷ് അഗെയിൻസ്റ്റ്. ഈ ഒരു സിസ്റ്റത്തിന് തിരിച്ച് അത് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഈ സ്പ്രിങ്ങിനുണ്ട്, ആ കംപ്രസ്ഡ് സ്പ്രിങ്ങിനുണ്ട്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് ആക്റ്റീവ് ലോഡ്. ഓക്കെ, സോ വെൻ ഐ എം മൂവിങ് ടുവേർഡ്സ് ഇറ്റ് ഐ എം മൂവിങ് അഗെയിൻസ്റ്റ് ദ സ്പ്രിങ്. സോ അതൊരു പൊട്ടൻഷ്യൽ എനർജി അവിടെ സ്റ്റോർ ചെയ്യും when I move against it. So that potential energy can be used by that spring to push us away. ഈ ഒരു ലോഡിനെ away പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. സോ അങ്ങനത്തെ ആ കപ്പാസിറ്റി ഉള്ള ലോഡ്സിനെയാണ് നമ്മൾ ആക്റ്റീവ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, കംപ്രസ്ഡ് എയർ, കംപ്രഷൻ അല്ലെങ്കിൽ ടെൻഷൻ ഇൻ ദ സ്പ്രിംഗ്. നമ്മളിത് ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ സ്പ്രിങ്ങിനെ വലിച്ചു കഴിഞ്ഞാലും ഇറ്റ് വിൽ ഹാവ് ദ സെയിം പ്രോപ്പർട്ടി. ഇറ്റ് ക്യാൻ ബ്രിങ് ബാക്ക്, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഇതിനുണ്ട്. Okay, when we expand as well as relax, ഈ രണ്ട് compress or relax, in both the states ഈ spring load can do some work. അപ്പം അങ്ങനത്തെ എക്സാമ്പിൾ ആണ് ആക്റ്റീവ് ലോഡിന്റെ എക്സാമ്പിൾ. എൽസ് പാസീവ് ലോഡിന്റെ എക്സാമ്പിൾ, ബെറ്റർ എക്സാമ്പിൾ ഈസ് ഫ്രിക്ഷൻ. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കട്ടിംഗ് ലോഡാണ്. സാധാരണ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രിക്ഷനാണ് അവിടെ ബേസിക്കലി ആക്ട് ചെയ്യുന്നത്. നമ്മളൊരു ഡ്രില്ലിംഗ് മെഷീൻ അല്ല, ഒരു കട്ടിംഗ് മെഷീൻ, കട്ടിംഗ് ടൂൾ, നമ്മൾ സ്പൈക്സ് ഒക്കെ ഉള്ള ഒരു കട്ടിംഗ് റൊട്ടേഷണൽ സ്പൈക്ക് ടൂൾ ഉണ്ടാവില്ലേ, ആ ഒരു ബ്ലേഡ്, ആ ബ്ലേഡ് വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനാണ് കട്ട് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ അഗെയിൻസ്റ്റ് ആയിരിക്കും ഈ ഒരു ബോഡി, ഈ ഒരു കട്ടിംഗ് വാൾ വിൽ ബി ആക്റ്റീവ്, അല്ലേ? അപ്പൊ അതിനെ നമുക്കൊരു പാസീവ് ലോഡിന്റെ എക്സാമ്പിൾ ആയിട്ട് വിളിക്കാം. സോ ഇത്രയൊക്കെയാണ് ആക്റ്റീവ് ലോഡ് ആൻഡ് പാസീവ് ലോഡ് പറയാനുള്ളത്.